ഞാൻ എല്ലാ പാരൻസിൻ്റെ അടുത്തും എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികൾ ചാമ്പ്യൻസ് ആയിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു സ്പോർട്സിന് വിടുന്നത് നല്ലതാണ്. തീർച്ചയായും. അല്ലാതെ ഇപ്പം ഞാനൊരു പാരൻ്റാണ്. ഈ തോൽക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. തോറ്റ് ഫീലിംഗ്, ആ തോൽവിൻ്റെ ഫീലിംഗ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ എളുപ്പം. ഇല്ലെങ്കിൽ ഈ കളിക്കുമ്പോഴായാലും ഞങ്ങൾ വിൻ ചെയ്യണം എന്നുള്ള ആ ടെൻഷൻ വന്നാൽ ഞങ്ങൾ തോൽവി ഇത്രയേ ഉള്ളൂ. അത് എല്ലാ പാരൻസിനും എപ്പോഴും ഞാൻ പറഞ്ഞ വെച്ചാൽ ചാമ്പ്യൻ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഏത് സ്പോർട്ടായാലും. ബിക്കോസ് എക്സാമിൽ ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഹൈഡ് ചെയ്യാം, നാളെ എനിക്ക് ഇത്ര മാർക്കുണ്ടെന്ന് പറയും. ബട്ട് സ്പോർട്സിൽ എറിയുന്ന അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ മുന്നിൽ തോക്കിട്ടിട്ട് നാളെ ഒരു കോഴ്സിലാണ് നാളെ ബാറ്റും ബോൾ എടുത്ത് വരും, അല്ല റാക്കറ്റ് എടുത്ത് വരും. സോ അവരതൊരു ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അത് ഇൻഡയറക്ട്ലി യു ആർ ഡെവലപ്പിംഗ് എ സ്കിൽ ഇൻ എ ചൈൽഡ്. തോൽവി ഇപ്പോഴത്തെ കുട്ടിക്ക് ഒരു മാർക്ക് പോയാൽ ടെൻഷൻ, ഫ്രസ്ട്രേഷൻസ്, പിന്നെ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ സ്യൂസൈഡ്. സോ ജനറേഷൻ ഹാസ് ഗോൺ ദാറ്റ് ലെവൽ. അപ്പോൾ ഒരു സ്പോർട്സ്മാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾ ഇനി ഏത് വേഴ്സ് സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ കാണും.